ആ അക്ക. എന്തായി എത്തിയാ? ഇല്ല, അവര് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞപ്പോ നിർത്തിയതാണ്. ഇപ്പൊ മൊത്തം ഒരു 280 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു 5 കിലോമീറ്റർ കൂടെ ഓടാനുള്ളൂ. അപ്പോ അങ്കമാലി കൂടാതെ വേറെ എവിടെയും പോയാ? ആ, എടപ്പള്ളിയിലുള്ള ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ടുണ്ടായിരുന്നു ഒരാളിനെ ഇറക്കാനായിട്ട്. നീ പറഞ്ഞിട്ടില്ലേ അഡീഷണൽ ഓടുമ്പോ വാടകയിൽ ചെറിയ വ്യത്യാസം വരുന്നത്? ആ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, നീ ആളിനെ ഇറക്കി കഴിഞ്ഞിട്ട് വിളിക്ക്. എത്രയായി? ആ, ഒരു മിനിറ്റ്, ഞാൻ ഓണർ ഒന്ന് വിളിക്കട്ടെ. നീ ഒരു 5700 വാങ്ങിച്ചോ? 5700 ആയിട്ടുണ്ട്. 5700? 4000 രൂപയാണല്ലോ അവൻ പറഞ്ഞു. അത് അങ്കമാലിക്ക് മാത്രമല്ലേ, നിങ്ങൾ വേറെയും കുറെ ഇറങ്ങിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ വാടകയിൽ ചെറിയൊരു മാറ്റം വരുന്നു. എന്നാൽ ഇത്രയൊക്കെയാ? എടി പോണണ്ട. വേറെ 2 വണ്ടിക്കാരടുത്ത് ഞാൻ അന്വേഷിച്ചതാണ്. അവര് 4000 രൂപ വാടകയ്ക്ക് വരാ പറഞ്ഞാണ്. നിങ്ങൾ എന്നോട് അങ്കമാലിക്ക് പറഞ്ഞിട്ടല്ലേ 4000 വാടക പറഞ്ഞത്? ഇതിപ്പോ 1085 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 5700 പറയുന്നത്. അങ്കമാലി എന്ന് പറഞ്ഞ അങ്കമാലി ടൗൺ കാണാൻ വേണ്ടി പോണതല്ലല്ലോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ്ടി വരും. ശരി, ഞാൻ ഒരു 500 കൂടി ചേർത്തി കൊടുക്കാം. ഇതിൽ കൂടുതൽ എനിക്ക് തരാൻ പറ്റില്ല കേട്ടാ. അയ്യോ ഏട്ടാ, അത് മുതലാവില്ലാട്ടോളേ. അയാൾ 4500 രൂപ കൈ തന്നിട്ട് പോയിക്കാം. പക്ഷെ എന്താ ഒരു കഷ്ടമാണ്. എന്താണ് ആളുകൾക്ക് ഇതിനെ കുറിച്ചൊരു ബോധം വരിക?